വാട്സപ്പ് വേൾഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം. വാട്സപ്പിൽ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള 10 ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ ഒരു 5 എണ്ണം മിനിമം ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഈ 10 ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐ എം പണക്കാട്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം. അപ്പോൾ ഒന്നാമതായിട്ടുള്ള എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ഈ 75% ഒട്ടുമിക്ക ആളുടെയും ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നത് നമ്മുടെ വാട്സപ്പിലെ ഡാറ്റാസ് കൊണ്ടാണ്. അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ വാട്സപ്പിൽ പല ആളുകളും കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ഡാറ്റാസുകൾ നമുക്ക് ഗാലറിയിൽ പോയി ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് വളരെ പ്രയാസമാണ്, മിക്സായി കിടക്കുന്നതുകൊണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന മുകളിൽ ഏറ്റവും സൈഡിലായിട്ട് കാണുന്ന ഈ 3 ഡോട്ട്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ താഴെ കാണും, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണിക്കും, അത് ഓപ്പൺ ചെയ്യുക. അതിൽ രണ്ടാമതായി കാണിക്കുന്ന ഓപ്ഷനുണ്ട് സ്റ്റോറേജ് യൂസേജ് എന്നിവർ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ വാട്സപ്പിൽ വരുന്ന എല്ലാ കോണ്ടാക്ട്സുകൾ, ഗ്രൂപ്പുകൾ എല്ലാം അതിലേക്ക് ആഡായി വരും. അതിൽ ഓരോരോ ഏതാണോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ഞാൻ മുകളിലൊന്ന് കാണിക്കുന്നുണ്ട്, ഇതൊന്ന് കണ്ടോ, ഇതിലിപ്പോൾ 2.2 GB ഈ ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഓരോരോ ആളുകളതും ഇതുപോലെ 410 MB 312 MB ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതിൽ മുകളിൽ കാണിക്കുന്നുണ്ട് ടെക്സ്റ്റ് 27, പിന്നെ കോണ്ടാക്ട്സ് 0, പിന്നെ ഫോട്ടോസ് 47 എണ്ണം കാണിക്കുന്നുണ്ട്, ഓഡിയോ 1 എണ്ണം കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ടോട്ടലി ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നുണ്ട് 82.9 MB ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗാലറിയിൽ നിന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല, പ്രയാസമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൻ്റെ താഴെ ഫ്രീ അപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണും, അതെടുക്കുക. അതെടുക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് നിങ്ങൾ കാണിക്കുക. ടെക്സ്റ്റ് 27 അതിങ്ങനെ ടിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഫോട്ടോ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണ്ടെങ്കിൽ, ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട എങ്കിൽ ടെക്സ്റ്റിൻ്റെ ആ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് മാത്രത്തിൽ നിൽക്കും. അതല്ല ടെക്സ്റ്റ് ഒഴിവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഫോട്ടോസ് വേണമെങ്കിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഓഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്നുണ്ട് ഡിലീറ്റ് ഐറ്റംസ് 82.9 MB എന്ന്, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ കാണിക്കുന്നുണ്ട് ഡിലീറ്റ് സ്റ്റാർഡ് മെസ്സേജ്. ഇപ്പോൾ സ്റ്റാർ നമ്മൾ ചില ആളുകൾ സ്റ്റാർ ചെയ്ത മെസ്സേജുകൾ ഉണ്ടാവും, അതുകൊണ്ട് കൂടി ടിക്കറ്റ് കൊടുത്ത് സ്റ്റാർ ചെയ്ത മെസ്സേജുകളും ഇതിൽ പോകും. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലീൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ വളരെ 0 ആയി കഴിഞ്ഞു, അതിലുള്ള മൊത്തം ഡാറ്റയും ഡിലീറ്റ് ആയിപ്പോയി. ഇനി ഗാലറിയിലോ ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ആരുടെയെങ്കിലും സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അതല്ലെങ്കിൽ പുതിയ നമ്മൾ പഴയ ഒരു കൂട്ടുകാരനെ കണ്ട സമയത്ത് കോണ്ടാക്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം സമയങ്ങളിൽ നമ്മൾ കോണ്ടാക്ട് സേവ് ചെയ്ത് വെച്ച് അവൻ്റെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ സെൻഡ് ചെയ്യുക എന്നുള്ള കുറച്ച് സമയം എടുക്കണം. അതിന് വാട്സപ്പ് തന്നെ പുതിയൊരു ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം സൈഡിൽ കാണുന്ന ഈ 3 ഡോട്ട്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കും, ഇത് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ വലതുവശത്ത് ഈ കാണുന്ന QR കോഡ്, ഈ ഒരു QR കോഡ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സപ്പ് എടുക്കുക, അവനക്ക് കോൺടാക്ട്സ് കൊടുക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡും സെയിം മെത്തേഡ് തന്നെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിംഗ്സ് എടുക്കുക, ഈ ഒരു QR കോഡ് കിട്ടും, QR കോഡ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഇൻ്റർഫേസ് ഇപ്പോൾ 2 ഫോണിലും ഒരേ QR കോഡ് കാണുന്നുണ്ട്. ഇതിൽ മുകളിൽ കാണിക്കുന്നതിന് മൈ കോഡ് ആൻഡ് സ്കാൻ കോഡ്. നമുക്ക് ഈ ഫോണിലാണ് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ കോഡ് എടുക്കുക. സ്കാൻ കോഡ് എടുത്തിട്ട് ജസ്റ്റ് ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് അതിലോട്ട് പോകും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് നമ്പർ സേവ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ സിമ്പിളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നമ്മൾ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ് എൻ്റെ മറ്റൊരു കോൺടാക്ട് നമ്പറിലേക്ക് എൻ്റെ ഫോൺ ഓഫ് ആയിപ്പോയി, അതല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കോൺടാക്ട്സ് സേവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു കോൺടാക്ട്സ് നമ്മൾ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ
അവരുടെ വാട്സപ്പിലേക്ക് നമ്പർ സേവ് ചെയ്യാണ്ട് എങ്ങനെ വാട്സപ്പിൽ നിന്ന് അവർക്ക് സിമ്പിളായിട്ട് മെസ്സേജ് അയക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു കോൺടാക്ട്സ് എടുക്കുക. കോൺടാക്ട്സ് എടുത്തതിന് ശേഷം ഇവിടെ WA ഡോട്ട് സ്പേസ് വേണ്ട ഡോട്ട് അടിക്കുക. ശേഷം ME എന്നടിക്കുക. അതിനുശേഷം ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക. പിന്നീട് കൺട്രി കോഡ് നമ്മുടെ ഇന്ത്യൻ കൺട്രി 91 +1 അടിക്കരുത്, 91 തന്നെ അടിക്കുക. ശേഷം കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെ സെൻഡ് ചെയ്യുക. അതൊരു ലിങ്ക് ഫോർമാറ്റിലായിട്ട് അവിടെ കാണിക്കും. ശേഷം അത് നമ്മൾ നേരെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു നമ്പറിലോട്ട്, ഇപ്പോൾ എൻ്റെ നമ്പറിലോട്ട് അത് ഡയറക്റ്റ് പോയി. ഇനി നമുക്ക് ഇവിടുന്ന് മെസ്സേജ് അവർക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പിന്നീട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ നമുക്ക് സോൾവ് ആവും. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ വാട്സപ്പിൻ്റെ 4ാമത്തെ ടിപ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 4ാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമുക്ക് പല കോണ്ടാക്റ്റുകളും പല ഗ്രൂപ്പുകളും നമ്മുടെ ഫോണിൽ ഉണ്ടാവും. അത്തരം ഗ്രൂപ്പുകളിൽ വരുന്ന ഡാറ്റാസ്, ഇമേജ് ഫയലുകൾ, വീഡിയോസ് ഒന്നും നമുക്ക് ഗാലറിയിൽ വരണ്ട എന്നുള്ളൊരു ആവശ്യകത ഉണ്ടാവും. പല ആളുകളും നമ്മൾ പെട്ടെന്ന് ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ആരുടെ ആണോ നമുക്ക് വേണ്ട എന്നുള്ളതെങ്കിൽ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആ ആളുടെ വാട്സപ്പ് എടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ അവരുടെ കോൺടാക്റ്റ്, അവരുടെ നെയിം കാണിക്കും, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കാണിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം മൂന്നാമതായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, മീഡിയ വിസിബിലിറ്റി. മൂന്നാമതായിട്ട് കാണിക്കുന്ന മീഡിയ വിസിബിലിറ്റി എടുക്കുക. ഇവിടെ ഡീഫാൾട്ട് ആയിട്ട് എടുക്കുക. അത് നേരെ താഴോട്ട് നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ അമർത്തുക. ഇനി ഈ കോൺടാക്റ്റിൽ നിന്ന് വരുന്ന ഒരു വീഡിയോസുകളോ അതല്ലെങ്കിൽ ഇമേജ് ഫയലുകളോ ഒന്നും നമ്മുടെ ഗാലറിയിൽ കാണില്ല. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇത്തരം ഫയലുകൾ നമ്മളെ ഫോണിൽ തന്നെ സ്റ്റോറേജിൽ ഉണ്ടാവില്ല, അപ്പോൾ സ്റ്റോറേജ് കുറേ കാലിയായി കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു ഫയൽ ഹൈഡായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഗാലറിയിൽ കാണില്ല എങ്കിലും ഫയൽ മാനേജർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. വലതുവശത്തേക്ക് നീക്കുക. ആൾ ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആൾ ഫയൽ എടുത്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ മീഡിയ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ഇപ്പോൾ നമുക്ക് അതിൽ ഇമേജ് ഫയലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ സാധാരണ നമ്മളെ ഇമേജുകളൊക്കെ ഈ താഴെ കാണുന്ന ഭാഗത്തുണ്ടാവും. നമ്മൾ നേരത്തെ ടിക്ക് ചെയ്ത ആ ഒരു ഓപ്ഷൻ, അഥവാ നമുക്ക് ഗാലറിയിൽ കാണണ്ട എന്ന് വെച്ചത് ഇവിടെ പ്രൈവറ്റ് എന്നുള്ളൊരു ഫോൾഡർ കാണും. ഈ ഒരു ഫോൾഡറിൽ, അപ്പോൾ അതിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ ഒരു ഫോൾഡറിൽ വന്ന് കിടക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ 5ാമതായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളതിലെ പോയിന്റ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ. അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. പല ഗ്രൂപ്പുകൾ നമുക്ക് ഇഷ്ടമില്ലാതെ ആഡ് ചെയ്യും, അതിൽ മെസ്സേജ് വരും. അതൊക്കെ നമുക്കൊരു ശല്യമായിട്ട് തീരാറുണ്ട്. അത്തരം ശല്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ആരുടെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്തരം കോൺടാക്റ്റുകളിൽ നിന്ന്, അത്തരം ഗ്രൂപ്പുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അക്കൗണ്ട് സെക്ഷൻ എടുക്കുക. അക്കൗണ്ട് സെക്ഷനിൽ ഏറ്റവും മുകളിൽ കാണിക്കുന്ന പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഈ പ്രൈവസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഗ്രൂപ്പ്സ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ എവരി വൺ എന്നാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ ആർക്കും എൻ്റെ കോൺടാക്റ്റ് സേവ് ചെയ്ത് വെച്ച ആർക്കും എന്നെ ഏത് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ച കോൺടാക്ട്സ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ടതെങ്കിൽ മൈ കോൺടാക്ട്സ് എന്നുള്ളത് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട്സ്, നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ കോൺടാക്ട്സ് മാത്രമാണല്ലോ നിങ്ങളെ കയ്യിലുണ്ടാവുക. അത്തരം ആളുകൾക്ക് മാത്രമേ നിങ്ങളെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുമല്ല, നിങ്ങൾ വിചാരിക്കണം എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണോ വേണ്ടേ എന്നാണെങ്കിൽ മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ കാണിക്കും, മൈ കോൺടാക്റ്റ് എക്സ്പെക്റ്റ് എന്നൊരു ഓപ്ഷൻ. ഇത് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എവരി വൺ കൊടുത്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ എന്നെ ആഡ് ചെയ്യുക എന്ന് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതാണോ ഈ 3 വേണ്ടതെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡെൻ കൊടുക്കുക. അപ്പോൾ ഇതും വളരെ ഉപകാരപ്രദമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ല സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. ഇനി ആറാമത്തത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു കോൺടാക്റ്റിൽ വന്ന എല്ലാ ഡാറ്റയും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡാറ്റ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 10ഉം 20ഉം ഫയലുകളായിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. അതിന് പകരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന സേവ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനായിട്ട് ഈ സൈഡിൽ കാണുന്ന ഈ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നതിൻ്റെ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു 3 ഡോട്ട്സ് അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ഏറ്റവും താഴെ കാണിക്കുന്ന മോർ എന്നൊരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാലാമതായിട്ട് കാണിക്കുന്ന എക്സ്പോർട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ 2 ഓപ്ഷൻ നമുക്ക് കാണിക്കും, വിത്തൗട്ട് മീഡിയ, ഇൻക്ലൂഡ് മീഡിയ. നിങ്ങൾക്ക് വീഡിയോസും എല്ലാം അപ്ലോഡ് ബാക്കപ്പ് ചെയ്യണോ അതോ വീഡിയോസൊന്നും ഇല്ലാതെ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ വിത്തൗട്ട് മീഡിയ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ വിത്തൗട്ട് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മെയിലിലോട്ട് പോകും. ഇത് നമുക്ക് നമ്മുടെ മെയിലിൽ തന്നെ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ലൊരു ഉപകാരപ്രദമായിട്ടുണ്ടാവും. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡും കൂടിയാണ്. നമുക്ക് വാട്സപ്പിൽ ഇനി ഡാറ്റാസ് നഷ്ടപ്പെടുമോ അങ്ങനൊരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവില്ല. ഇനി നമുക്ക് 7ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ഡാറ്റാസുകൾ നമുക്ക് നമ്മളെ വാട്സപ്പിൽ തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത എൻ്റെ കോൺടാക്ട് നമ്പർ തന്നെ എടുത്തു. അതിൽ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ കാണിക്കുന്ന ഈ WA ഡോട്ട് സ്പേസ് വരും, അത് ഒഴിവാക്കി കൊടുക്കണം. ME എന്നടിക്കുക. ശേഷം സ്ലാഷ് അടിച്ചിട്ട് നമ്മൾ കൺട്രി കോഡ് അടിക്കുക 91, ബാക്കി വരുന്ന നമ്പർ അടിക്കുക. എന്നിട്ട് നേരെ അങ്ങോട്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ലിങ്ക് ഫയലായിട്ട് വരും. അത് നേരെ അത് ക്ലിക്ക് ചെയ്യുന്ന ആ കോൺടാക്റ്റിലേക്ക് ഡയറക്റ്റ് പോകും. പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ അത് വന്നു. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൽ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഈ 1 എന്ന് കഴിഞ്ഞ 2ാമത് ഡിലീറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ പിൻ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം എപ്പോഴും സെൻഡ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ആർക്കെങ്കിലും അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ തന്നെ അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു കോൺടാക്ട്സ് ആണ് അല്ലെങ്കിൽ അത്യാവശ്യം ചെയ്യേണ്ട ഫയലുകളാണെന്നെങ്കിൽ അപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങോട്ട് ഫോർവേഡ് എടുക്കാൻ വളരെ സിമ്പിളായിരിക്കും. അല്ല എങ്കിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എവിടെയാണെന്ന് തപ്പി പിടിച്ച് നമ്മൾ സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണിത്. 8ാമത്തെ ടിപ്സ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ്. 8ാമത്തായിട്ട് നമുക്ക് നമ്മളെ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാസുകൾ നഷ്ടപ്പെടുക, അത് നഷ്ടപ്പെടുന്ന ഒത്തിരി രീതികളുണ്ട്. ഫോൺ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ ഫോൺ പെട്ടെന്ന് മാറ്റേണ്ട അവസ്ഥ വരിക, ഫോൺ കളവ് പോവുക, അങ്ങനെ പല അവസ്ഥകളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ പുതിയൊരു ഫോണിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ജിമെയിൽ ID അടിച്ചാലും നമ്മൾ ജിമെയിൽ ID നമ്മൾ അതേ ജിമെയിൽ ID ഉപയോഗിച്ചാലും നമുക്ക് ബാക്കപ്പ് കിട്ടാറില്ല. അത് നമ്മൾ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് വാട്സപ്പിലെ ഡാറ്റാസുകൾ ബാക്കപ്പ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം വലത് സൈഡിൽ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും താഴെ 2ാമതായിട്ട് കാണിക്കുന്ന ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ മെയിൽ ID കൊടുത്തുകൊണ്ടാണ് കാണിക്കുന്നത്, അല്ലാത്തവർക്ക് ഇങ്ങനെ കാണിക്കില്ല. അതിലിവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഗൂഗിൾ അക്കൗണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ബാക്കപ്പ് ആവുകയുള്ളൂ. എന്നിട്ട് അതിന് മുകളിൽ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ ഡെയിലി കൊടുക്കുക. വീക്കിലി ആകുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മന്ത്ലി ആകുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ കിട്ടുകയുള്ളൂ. ഇടയ്ക്കെങ്ങാനും നമ്മുടെ മൊബൈൽ ഫോൺ മിസ്സാവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അത്രയും ഡാറ്റാസ് നമുക്ക് മിസ്സാവും. അപ്പോൾ അതിന് നിങ്ങൾ ഡെയിലി എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്കപ്പ് ഓവർ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ വൈഫൈ ഓർ സെല്ലുലാർ ഈ 2 ഓപ്ഷൻ കാണിക്കും. ഞാനിവിടെ വൈഫൈ ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഒട്ടുമിക്ക സമയം വൈഫൈ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ വൈഫൈ ഓർ സെല്ലുലാർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യായാലും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയിൽ ഉപയോഗിക്കുന്ന സമയത്തും നിങ്ങളുടെ ഡാറ്റാസുകളെല്ലാം ബാക്കപ്പ് ആയി കിട്ടും. പിന്നെ അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കും, ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത്. ഇൻക്ലൂഡ് വീഡിയോസ് ചില ആളുകൾ ടിക്കറ്റ് കൊടുക്കും. അത് നിങ്ങൾ മാക്സിമം ടിക്ക് ഒഴിവായി കൊടുക്കുക. കാരണം നിങ്ങളെ ഗൂഗിൾ ഡ്രൈവിൽ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് നിങ്ങളുടെ ഡാറ്റാസ് തീർന്നു പോകും. നിങ്ങൾ സ്റ്റോറേജ് സ്പേസ് വീഡിയോ ആഡ് ചെയ്യുന്നത് കൂടി അതിൽ ഒത്തിരി ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ വീഡിയോസ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവായി കൊടുക്കുന്നതാവും നന്നാവുക. ഇനി 9ാമത്തെ ടിപ്സ് എന്താ വെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കുക. നമ്മളിപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ പേഴ്സണലായിട്ട് അതല്ലെങ്കിൽ മാറിയിരുന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും വാട്സപ്പിൽ ഇങ്ങനെ ടൂണ് ക്ലൂം 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 എന്ന് പറഞ്ഞാൽ നിൽക്കാതെ ഒരു ശല്യപ്പെടുത്തിയൊരു മെസ്സേജ് ടൂൺ ഇങ്ങനെ കാണിക്കാറുണ്ട്. അത്തരം ടൂണ് നമുക്ക് പല സമയങ്ങളിൽ ഡിസ്റ്റർബായി തോന്നാറുണ്ട്. അത് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും ടോപ്പിൽ കോൺവെർസേഷൻ ടൂൺ എന്നുള്ളത് ഓൺ ആയിട്ടായിരിക്കും എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക.
ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൂൺ ഇങ്ങനെ ശല്യം നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെ ഒരു മാല പോലെ ഇങ്ങനെ താഴോട്ട് വന്ന് നിൽക്കും. അതും പല സമയങ്ങളിലായിട്ട് നമുക്ക് ഡിസ്റ്റർബായി പോകാറുണ്ട്. അത്തരം ഡിസ്റ്റർബൻസിൽ നിന്ന് എങ്ങനെ ഒഴിവാകും നോക്കാം. അതിന് നേരെ താഴോട്ട് വന്നാൽ അങ്ങനെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഐ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതും ഓണായിട്ടാണ് കിടക്കുക. അതും ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ മാല പോലെ ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ 10ാമതായിട്ടുള്ള നമ്മുടെ ടിപ്സ് എന്താ നോക്കാം. 10ാമത് നമ്മുടെ അവസാനത്തെ ടിപ്സും കൂടിയാണ്. നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിച്ച് വാട്സപ്പ് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് വരിക. അതിങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ശീലമായത് കാരണം ഇംഗ്ലീഷാണ് വളരെ സിമ്പിളായിട്ടുള്ളത്. കുറച്ച് പ്രായമായ ആളുകൾ ഇപ്പോൾ പുതുതായിട്ട് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് അത്രയും വശം ഉണ്ടാവത്തില്ല. അത്തരം ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഭാഷയാണോ, മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചാറ്റ് എന്നുള്ള 2ാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിലിങ്ങനെ താഴോട്ട് പോന്നു കഴിഞ്ഞാൽ കുറച്ച് താഴെ കാണിക്കുന്നുണ്ട് ആപ്പ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആപ്പ് ലാംഗ്വേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഭാഷകളുണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഭാഷകളുണ്ട്. ഏറ്റവും താഴെയായിട്ട് മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ മലയാളത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് പിറകോട്ട് അടിക്കുമ്പോൾ മലയാളത്തിൽ കാണിക്കും. ഇത് വളരെ ഉപകാരപ്രദമായിട്ട് ഇപ്പോൾ ചെറിയ ഫോണുകളിലൊക്കെ മലയാളം മാത്രം വശമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് അവർക്ക് അത്ര പിടിപാടുണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് തരുന്ന ഓരോ എനർജി കൂടിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് അലി പണക്കാട്.